വായനാദിന പ്രസംഗം. പ്രിയ അധ്യാപകരെ, സഹപാഠികളെ, സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. ഇന്ന് നമ്മൾ വായനാദിനം ആചരിക്കുന്ന ഈ വേളയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മഹത്തായ വ്യക്തിത്വത്തെ ഓർക്കാതെ മുന്നോട്ട് പോകാനാവില്ല. അതാണ് PN പണിക്കർ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന അദ്ദേഹം പുസ്തകങ്ങളിലൂടെ സമൂഹത്തെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ അക്ഷീണം പരിശ്രമിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇന്നും ഓരോ മലയാളിയുടെയും മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. പുസ്തകങ്ങൾ വെറും അക്ഷരങ്ങളുടെ കൂട്ടായ്മയല്ല, അവ അറിവിൻ്റെ ജനാലകളും അനുഭവങ്ങളുടെ സമുദ്രവുമാണ്. ഓരോ പുസ്തകവും പുതിയ ലോകങ്ങളിലേക്കുള്ള യാത്രയാണ്. വായന നമ്മുടെ ചിന്താശേഷിയെ വികസിപ്പിക്കുകയും ഭാഷയെ സമ്പന്നമാക്കുകയും നല്ല മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മൊബൈൽ ഫോണുകളും സാമൂഹിക മാധ്യമങ്ങളും നമ്മുടെ സമയത്തിൻ്റെ വലിയൊരു പങ്ക് കൈവശപ്പെടുത്തുമ്പോൾ വായനയുടെ ശീലം വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദിവസവും കുറച്ചു സമയം പുസ്തകങ്ങൾ വായിക്കാൻ മാറ്റിവെച്ചാൽ അത് നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകും. ഈ വായനാ ദിനത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞയെടുക്കാം. ഓരോ ദിവസവും കുറച്ചു സമയം വായനയ്ക്കായി മാറ്റിവെക്കാം. നല്ല പുസ്തകങ്ങളെ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാക്കാം. വായനയിലൂടെ അറിവും വിവേകവും കരുണയും നിറഞ്ഞ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അവസാനമായി PN പണിക്കരുടെ അമൂല്യമായ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. നന്ദി. എല്ലാവർക്കും വായനാ ദിനാശംസകൾ.